പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. അധ്യാപക വൃത്തിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. അധ്യാപനം പരമോധർമ്മ, ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മമാണ് അധ്യാപനം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, അവർക്കൊപ്പമാണ് ആർഷഭാരതം ഗുരുവിനെ ആദരിച്ചിരുന്നത്. കബീർദാസിന്റെ ഒരു ദോഹയുണ്ട്. ഗുരു ഗോവിന്ദോവും ഖഡേ കാക്കേലാകുമ്പായി. ഗുരുവും ദൈവവും എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആരുടെ കാൽക്കൽ പോയി ആദ്യം നമസ്കരിക്കും? ബലിഹാരി ഗുരു ആപ്നെ, ഞാൻ ആദ്യം ഗുരുപാദങ്ങളിലാണ് നമസ്കരിക്കുന്നത്. കാരണം ജിൻ ഗോവിന്ദിയോ ബദായ്, അദ്ദേഹമാണ് എനിക്ക് ദൈവത്തിലേക്കുള്ള പാത കാണിച്ചു തന്നത്. അത്ര മഹത്വപൂർണമായിട്ടുള്ള ഒരു പദവിയാണ് അധ്യാപകന്റെ. 1966 ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട കോത്താരി കമ്മീഷൻ, ഡോക്ടർ BS കോത്താരിയുടെ അധ്യക്ഷതയിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് തന്നെ The destiny of India is being shaped in her classroom എന്നാണ്. ഇന്ത്യയുടെ ഭാവി ഭാഗധേയത്വം നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇന്ത്യയുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നത് അധ്യാപകരാണ് എന്ന് തന്നെയാണ്. 1986 പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 set apart a section exclusively for teachers. ആ സെക്ഷൻ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: The status of a teacher reflects the socio-cultural ethos of the society, and no people can arouse above the level of its teachers. അധ്യാപകന്റെ മഹത്വപൂർണമായ സാമൂഹ്യ പദവിയിലേക്കാണ് ആ വാചകം ഇറക്കുന്നത്. ഒരു എഞ്ചിനീയർ ഒരു പാലം പണിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ അനുസ്യൂതം ആ പാലത്തിലൂടെ അനുദിനം അതിൽ യാത്ര ചെയ്യും. അവരാരും തിരിഞ്ഞു നിന്ന് ഈ പാലം പണിഞ്ഞ എഞ്ചിനീയർ ആര് എന്ന് ചോദിക്കാറില്ല. പാലാരിവട്ടം പാലത്തിന്റെ കാര്യമല്ല കേട്ടോ, അതിനൊക്കെ ചോദിച്ചെന്നില്ല. ഈ പാലം പണിഞ്ഞ എഞ്ചിനീയർ ആര് എന്ന് ആരും അന്വേഷിക്കില്ല. പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ, ഉത്തമനായ അധ്യാപകന്റെ അവസ്ഥ അതല്ല. മുന്നിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ എല്ലാം മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ ഉത്തമനായ ഒരു അധ്യാപകന് കഴിയും. എന്റെ മുന്നിൽ അണിനിരന്നിട്ടുള്ള കുട്ടികളിലേറിയ കൂറും വരുന്ന LPST UPST, അതിന്റെ പേര് പോലും പല പുസ്തകങ്ങളും തെറ്റിച്ചാണ് അടിച്ചേക്കുന്നത് കേട്ടോ. LPST എന്ന് പറഞ്ഞാൽ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ എന്നാണ്. UPST എന്ന് പറഞ്ഞാൽ അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചർ എന്നാണ്. അതിന്റെ പരീക്ഷ PSC ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. UPSCയുടെ പരീക്ഷ 7 നവംബറിനും LPSTയുടെ പരീക്ഷ 24 നവംബറിനുമാണ്. ഏറ്റവും സമാഗമമായിരിക്കുന്ന പരീക്ഷ UPSTയുടെ ആയതുകൊണ്ട് അതിനെപ്പറ്റി തന്നെ പറയട്ടെ. ഇന്ന് ഒക്ടോബർ 1, UPST പരീക്ഷ നവംബർ 7. കൃത്യമായിട്ട് പറഞ്ഞാൽ
അഞ്ചാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. 7-5 35 ദിവസം. 35 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ആ 35 ദിവസവും ഓരോ ദിവസവും ഒരു 5 മണിക്കൂർ വെച്ചെങ്കിലും പഠിക്കാൻ നമുക്ക് കഴിയണം. 35 × 5 175 മണിക്കൂർ നമ്മുടെ മുന്നിൽ പഠനത്തിലായിട്ടുണ്ട്. ഇതിന് ആദ്യം വേണ്ടത് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു ടൈം ടേബിളിനെ തന്നെ പറയട്ടെ. ടൈം ടേബിൾ ഇസ് എ സിംഗിൾ വേർഡ്. 90% ആൾക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും തെറ്റിച്ചെഴുതാവുന്ന ഒരു വാക്കാണ് ടൈം ടേബിൾ. ഇറ്റ്സ് എ സിംഗിൾ വേർഡ്. ചിലർ ടൈം ഇടത്ത് കൊണ്ടുവെക്കും, ടേബിൾ വേറൊരു മൂലയെ കൊണ്ടുവന്ന് പിടിച്ചിടും. അതല്ല, ടൈം ടേബിൾ ഈസ് എ സിംഗിൾ വേർഡ്. ആ ടൈം ടേബിൾ ഉണ്ടാക്കാൻ കഴിയണം. ആദ്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉറങ്ങിയാൽ പോരാ. ഡിറ്റർമിനേഷനോടുകൂടി അതിനെ സമീപിക്കണം. അതിനകത്തൊട്ടും വെള്ളം ചേർക്കരുത് എന്ന് ചുരുക്കം. മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന ഓരോ പാഠഭാഗവും പഠിപ്പിക്കാനാണ് എന്നുള്ള അവബോധത്തോടു കൂടി പഠിച്ചാൽ അത് കൂടുതൽ മനസ്സിലാവും. നിങ്ങൾ വായിക്കുന്ന കാര്യം പഠിക്കാനാണ് എന്നുള്ള ബോധത്തോടു കൂടി, പഠിപ്പിക്കാനാണ് എന്ന ബോധത്തോടു കൂടി നിങ്ങൾ പഠിച്ചാൽ അത് കൂടുതൽ മനസ്സിൽ ഉറയ്ക്കും. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനോടുള്ള താല്പര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏത് പ്രവൃത്തിയോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നാം കാണിക്കുന്ന താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം താല്പര്യമുണ്ടോ അത്രത്തോളം മികവുറ്റ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇത്രയുമാണ് ഒരു മുഖക്കുറിപ്പായിട്ട് പറയാനുള്ളത്. ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയെ കുറിച്ച് ഒരു ധാരണ വേണം. ടൈം ടേബിൾ ഒക്കെ തയ്യാറാക്കി നമ്മള് സ്റ്റെപ്പിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് വേണം. അതിന്റെ സിലബസ് ഇല്ലാത്തവരൊന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കണം. UPSCക്ക് 6 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് സൈക്കോളജി ആൻഡ് പെഡഗോഗി, 20 മാർക്ക്. 2 സാമാന്യ ശാസ്ത്രം, 20 മാർക്ക്. 3 സാമൂഹ്യ ശാസ്ത്രം, 20 മാർക്ക്. 4 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പൊതുവിജ്ഞാനവും സമകാലികവും, 20 മാർക്ക്. മാത്തമാറ്റിക്സ് 10 മാർക്ക്. ഇംഗ്ലീഷ് 10 മാർക്ക്. ആകെ 100 മാർക്ക്, 100 ചോദ്യം. ഈ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ് LPST UPST സമഗ്ര പാഠാവലി. ആ പുസ്തകം ഞാൻ ഒന്ന് കാണിക്കാം നിങ്ങൾ. LPST UPST സമഗ്ര പാഠാവലി. ഈ പുസ്തകം ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോറുകാര് ഈ വർഷം ആദ്യം ഇറക്കിയിരുന്നു. അത് അച്ചടിച്ച കോപ്പി തീർന്നു പോയ അവസരത്തിലാണ് പുസ്തക ലോകം നൗഷാദ് ഈ പുസ്തകം ഏറ്റെടുത്ത് പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കേവലം ഒരു പുനഃപ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ പോരാ. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിന് 1192 പേജായിരുന്നു. 136 പേജ് കൂടി ഇതിന്റെ റിവിഷനിൽ ആഡ് ചെയ്തു. സൈക്കോളജിയുടെ ഭാഗത്തുള്ള സൈക്കോളജി ആൻഡ് പെഡഗോഗി ഭാഗത്ത് ചില കുട്ടികൾ പറഞ്ഞു, സാർ മാതൃകാ ചോദ്യം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കോവിഡിന്റെ 3 മാസക്കാലം ഞാൻ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന് സൈക്കോളജിയുടെ 12 യൂണിറ്റിന്റെ മാതൃകാ ചോദ്യങ്ങൾ ഉണ്ടാക്കി ചേർത്തു.
അതുപോലെ എല്ലാ ഭാഗങ്ങളും, ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സാമാന്യശാസ്ത്രം തയ്യാറാക്കിയിരിക്കുന്നത് പ്രൊഫസർ രാജീവാണ്. സാമൂഹ്യശാസ്ത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ സക്കീർ സാറാണ്. ഇംഗ്ലീഷ് ഡോക്ടർ സക്കീർ, ഇവരൊക്കെ AWH കോളേജിലെ പ്രൊഫസർമാരാണ്. ദേവഗിരി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർ ജോൺ സാറാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തേക്കുന്നത്. മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്തേക്കുന്നത് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ അധ്യാപകനായ മിസ്റ്റർ സുധീഷാണ്. അതുപോലെ തന്നെ ഇതിന്റെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് കൈകാര്യം ചെയ്തേക്കുന്നത് കൽപ്പറ്റക്കാരനായിട്ടുള്ള മിസ്റ്റർ നൗഷാദാണ്. ഇങ്ങനെ ഈ ഓരോ വിഷയത്തിനും പ്രഗത്ഭരായിട്ടുള്ള, ഓരോ വിഷയത്തിന്റെയും ഏറ്റവും അതോറിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ പോരായ്മകൾ ആദ്യം പ്രസിദ്ധീകരിച്ചതിനകത്ത് വിഷയാധിഷ്ഠിതമായിട്ട് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ഒന്നാമത് സോഷ്യൽ സയൻസിൽ സമയരേഖ, അതിനെക്കുറിച്ച് വന്ന ഒരു ഭാഗത്തിനകത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പൊ അതെല്ലാം പഴുതടച്ചുകൊണ്ടുള്ള ഒരു റിവിഷനാണ് നടത്തിയിട്ടുള്ളത്. 1328 പേജുള്ള ഈ പുസ്തകം ISBN കൂടിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സിലബസ് LPST UPSCയുടെ സിലബസ് അനുസരിച്ചാണ് ഇത് തയ്യാറാക്കിയത്. കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, ചൈനീസ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങള് വിശക്കുന്നവന് ഒരു മത്സ്യം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവനെ മത്സ്യം പിടിക്കാൻ പഠിപ്പിക്കലാണ്. മത്സ്യം പിടിക്കാൻ അവനെ പഠിപ്പിച്ചാൽ അവൻ എക്കാലവും മത്സ്യം പിടിച്ച് അവന്റെ വിശപ്പടക്കിക്കൊള്ളും. അതേ ഒരു സമീപനമാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ സ്വീകരിച്ചത്. ചില ആളുകളൊക്കെ ചില ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തി അച്ചടിച്ച് കാണുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും പരീക്ഷയ്ക്ക് ഉണ്ടാവത്തില്ല. പരീക്ഷയ്ക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാലും, ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും അവരെ അതിൽ ആൻസർ ചെയ്യാൻ സജ്ജമാക്കണമെങ്കിൽ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അവബോധം അവരിൽ ജനിപ്പിക്കണം. എന്നാൽ മാത്രമേ ചോദ്യം ഏത് തരത്തിൽ വന്നാലും അവർക്ക് എഴുതാൻ കഴിയൂ. അപ്പൊ അത്തരത്തിൽ വിഷയം പഠിപ്പിച്ചിട്ട് ആ വിഷയത്തിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അല്ല വെറും ചോദ്യം മാത്രമല്ല, വിഷയം ആധികാരികമായിട്ട് പഠിക്കുക. നിങ്ങളുടെ പഠനമായാലും അത്തരത്തിൽ വേണം. സൈക്കോളജിയെ പറ്റി ആയാലും, സാമാന്യ ശാസ്ത്രമായാലും, സാമൂഹ്യ ശാസ്ത്രമായാലും, വാട്ടെവർ ഇറ്റ് മേ ബി, വിഷയം ആധികാരികമായിട്ട് പഠിക്കണം. അങ്ങനെ വേണം പരീക്ഷയ്ക്ക് തയ്യാറാക്കാൻ. പിന്നെ ഈ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പുസ്തകത്തിന്റെ പേര് സമഗ്ര പാഠാവലി എന്നാണ്. കാണുന്നുണ്ടല്ലോ, സമഗ്ര പാഠാവലി എന്നാണ്. അതെന്താ ഈ സമഗ്ര പാഠാവലി എന്ന് പറഞ്ഞാൽ? PSC പറഞ്ഞിട്ടുണ്ട്, SCERT പ്രസിദ്ധീകരിച്ച 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ വിവിധങ്ങളായ വിഷയങ്ങളുടെ കണ്ടന്റ് ആണ് LPST UPSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ SCERT പ്രസിദ്ധീകരിച്ച 1 മുതൽ 10 വരെയുള്ള പുസ്തകങ്ങളെല്ലാം ആദ്യവസാനം അത് പരിശോധിച്ച് പഠിച്ച് അതിന്റെ ജിസ്റ്റാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് സമഗ്ര പാഠാവലി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചില കുട്ടികൾ ചോദിക്കുന്നു, സാറേ SCERTയുടെ പുസ്തകം മേടിച്ച് വായിക്കണ്ടേ? വേണ്ട, അതിന്റെ എല്ലാ അന്തസത്ത കൊടുത്താണ് ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ ഓരോ പുസ്തകവും അന്വേഷിച്ച് തേടി പോകണ്ട. അതുകൊണ്ടാണ് ഇതിനെ സമഗ്ര പാഠാവലി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ യൂണിറ്റ്, ഇപ്പം ലേണിംഗ് ഒരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് കഴിഞ്ഞ് ലേണിംഗിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളൊക്കെ മാതൃകാ ചോദ്യങ്ങളായിട്ട് ആ യൂണിറ്റിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. പേഴ്സണാലിറ്റി വേറൊരു യൂണിറ്റ് ആണ്.
ആ പേഴ്സണാലിറ്റി യൂണിറ്റില് 5 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. പേഴ്സണാലിറ്റി, കോൺസെപ്റ്റ്, മീനിങ്, ഡെഫിനിഷൻ, approaches to study personality, measurement of personality, adjustment and maladjustment, and adjustment mechanism. These are the 5 chapters included as per the syllabus. ആ യൂണിറ്റിന്റെ അവസാനം ആ യൂണിറ്റിനെ അധികരിച്ചുള്ള ചോദിക്കാൻ സാധ്യതയുള്ള മാതൃകാ ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ യൂണിറ്റും അവസാനിക്കുന്ന അവസരത്തിൽ അതിന്റെ മാതൃകാ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, പുസ്തകത്തിന്റെ അവസാനം LPSTയുടെ കഴിഞ്ഞ 3 പരീക്ഷയുടെ ചോദ്യങ്ങൾ PSC പരീക്ഷയുടെ ചോദ്യവും ഉത്തരവും ഉണ്ട്. അതേപോലെ തന്നെ PSC നടത്തിയ UPSCയുടെ അവസാനം നടത്തിയ 3 പരീക്ഷയുടെ ചോദ്യവും അതിന്റെ ഉത്തരവും ഇതിനകത്ത് കൊടുത്തു. അപ്പൊ ഇത് ഞാന് കഴിഞ്ഞ വർഷമാണ് പുസ്തകം എഴുതിയത്. ഈ വർഷം ആദ്യം അത് പ്രസിദ്ധീകരിച്ചു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പല സംഭവവികാസങ്ങളും നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഒന്ന് കോവിഡ്, ഉദാഹരണം പറയാ, കോവിഡിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവും. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ കാലികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആണ് ഈ പുസ്തകം സമഗ്രമായിട്ട് റിവൈസ് ചെയ്തത്. റിവൈസ് ആൻഡ് അപ്ഡേറ്റഡ് ആണ്. മാത്രമല്ല, പരീക്ഷ എഴുതാൻ പോകുന്നവരോട് ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. ഈ 1328 പേജുള്ള പുസ്തകം എഴുതി ടൈപ്പ് ചെയ്ത് അതിന്റെ പ്രൂഫ് റീഡ് ചെയ്ത് ഇത് ഞാൻ പ്രസിദ്ധീകരിച്ചു. റിവൈസ്ഡ് എഡിഷനും വന്നു. ഞാൻ ഇതിനെടുത്ത പെയിനിന്റെ 10-1 പെയിൻ എടുക്കുന്നവർക്ക് LPST UPSC അധ്യാപകരായി നിയമനം ലഭിക്കും. ഉറപ്പാണ്. പക്ഷെ അത്രമാത്രം പെയിൻ എടുക്കണം. പരീക്ഷ എന്ന് പറഞ്ഞാൽ 100 മാർക്കിനുള്ള പരീക്ഷ. 100 മാർക്കിന്റെ പരീക്ഷ, 100 ചോദ്യങ്ങൾ. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പരീക്ഷയ്ക്ക് സാധാരണ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞ് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിച്ചാൽ complete the following, fill up the blank, match the following, true or false. There are so many different types of questions. അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഒറ്റ തരം ചോദ്യമേ ഉള്ളൂ. 100 ചോദ്യവും ഒരേ തരത്തിലുള്ളതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ്. ഉദ്ദേശ്യാധിഷ്ഠിത മാതൃകയിലുള്ള ബഹുവികൽപ്പ ചോദ്യങ്ങൾ, MCQ എന്ന് പറയും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒറ്റ ചോദ്യമുള്ളൂ. ആ ചോദ്യത്തെ കുറിച്ച് തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം ഈ 100 ചോദ്യം നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒറ്റ തരം ചോദ്യം ആയതുകൊണ്ട് അതിനെപ്പറ്റി അല്പം ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ ചോദ്യങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റിലെ ചോദ്യ ഭാഗം, ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റെം. സ്റ്റെം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യ ഭാഗത്തെ അറിയപ്പെടുന്നത് സ്റ്റെം എന്നാണ്. സ്റ്റെം ക്യാൻ ഐദർ ബി an incomplete statement or an interrogative statement. Stem can either an incomplete sentence, അപൂർണമായിട്ടുള്ള ഒരു വാചകമാകാം, കേരളത്തിന്റെ തലസ്ഥാനം ഡാഷ്, അങ്ങനെ ചോദിക്കാം, or an interrogative statement, ഒരു ചോദ്യമാകാം, കേരളത്തിന്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിക്കാം. ഇങ്ങനെ സ്റ്റെം 2 തരത്തിലാകാം. ഇനി തരുന്നതോ എത്ര ഉത്തരം തരും? PSC പരീക്ഷയ്ക്ക് നമുക്കറിയാം 4 തരുന്നത്. ഈ 4 കോമൺ ആയിട്ട് പറയുന്നത് ആൾട്ടർനേറ്റീവ്സ് എന്നായി.
മനസ്സിലായോ? മാറിപ്പോകരുത്. ഈ 4നും കൂടെ ചേർത്ത് പറയുന്നത് ആൾട്ടർനേറ്റീവ്സ് എന്നാണ്. ഈ ഔട്ട് ഓഫ് ദിസ് 4 അതിൽ ഒരെണ്ണത്തിന് ഔട്ട് ഓഫ് ദിസ് 4 1 ഈസ് നോൺ ആസ് കീഡ് റെസ്പോൺസ്. ഒരെണ്ണം അറിയപ്പെടുന്നത് കീഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ശരി ഉത്തരം. കേരളത്തിന്റെ തലസ്ഥാനം ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടെ തിരുവനന്തപുരം എഴുതണം. കേരളത്തിന്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അവിടെയും തിരുവനന്തപുരം എഴുതണം. അതാണ് കീഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപൂർണമായിട്ടുള്ള സ്റ്റെമ്മിനോട് ചേർത്ത് ഈ കീഡ് റെസ്പോൺസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടുള്ള ശരിയായ വാചകം കിട്ടണം. അതിനെയാണ് കീഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ബാക്കി 3 എണ്ണത്തിനും വേറൊരു പേരുണ്ട്, ഡിസ്ട്രാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ബാക്കി 3നും പറയുന്നത് ഡിസ്ട്രാക്ടേഴ്സ് എന്നാണ്. ഡിസ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നവ. ഏതിൽ നിന്ന്? ശരിയുത്തരത്തിൽ നിന്ന്. ശരിയുത്തരത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ പറ്റുന്നതാകണം ഈ ഡിസ്ട്രാക്ടേഴ്സ്. നമ്മുടെ പല ആൾക്കാർ ഈ ചോദ്യോത്തരങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തേക്കുന്ന കണ്ടാലുണ്ടല്ലോ, ഈ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാതെ കേരളത്തിന്റെ തലസ്ഥാനം ഏതാ എന്ന് ചോദിച്ചാൽ 4 ആൾട്ടർനേറ്റീവ്സിൽ ഒരെണ്ണം തിരുവനന്തപുരം പറഞ്ഞിട്ട് രണ്ടാമത്തെ ചങ്കുവെട്ടിയെന്നോ കൽപ്പറ്റയെന്നോ മാനന്തവാടിയെന്നോ സുൽത്താൻ ബത്തേരിയെന്നോ പയ്യന്നൂരെന്നോ കരുവള്ളൂരെന്നോ തലശ്ശേരിയെന്നോ വടകരയെന്നോ ഒന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. ഡിസ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണോ അതാണോ ശരിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലുള്ളതായിരിക്കണം ഡിസ്ട്രാക്ടേഴ്സ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം എന്ന് ചോദിച്ചാൽ കോഴിക്കോടൊന്ന് ഡിസ്ട്രാക്ടർ ആയിട്ട് എഴുതാം, കാരണം കോഴിക്കോട് ഒരു കോർപ്പറേഷനാണ്. എറണാകുളം എറണാകുളം ഒരു കോർപ്പറേഷനാണ്. അത്തരത്തിൽ ശരിയുത്തരത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതായിരിക്കണം ഡിസ്ട്രാക്ടേഴ്സ്. ഇനി വേറൊരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ടേ, നമുക്കറിയാം ഒറ്റ തരം ചോദ്യമേ ഉള്ളൂ, അത് MCQ ആണ്. നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ ഒരു വിഷയവും ആഴത്തിൽ പഠിക്കണ്ട. ഒരു വിഷയവും ആഴത്തിൽ പഠിക്കണ്ട. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളും ഒക്കെ എഴുതാനായിട്ട്. എസ്സേ ആ ചോദ്യം. അത്തരത്തിലുള്ള എസ്സേ ചോദിക്കുകയില്ല, മൾട്ടിപ്പിൾ MCQ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വിഷയത്തിലും നിങ്ങൾ ആഴത്തിൽ ഇറങ്ങണ്ട. കോംപ്രിഹെൻസീവ് ആയിരിക്കണം പറയാം. മനസ്സിലായല്ലോ? ലേണിംഗ് ഷുഡ് ബി കോംപ്രിഹെൻസീവ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സമുദ്രത്തിന് ആഴവുമുണ്ട് പരപ്പുമുണ്ട്. സമുദ്രത്തിന്റെ ആഴത്തിലാണ് മുത്തുകളും ചിപ്പികളും ഉള്ളത്. ആഴത്തിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല, നമ്മൾ വിഹരിക്കേണ്ട പരപ്പിലാണ്. ലേണിംഗ് ഷുഡ് ബി കോംപ്രിഹെൻസീവ്. അതെപ്പോഴും ഓർക്കണം. മറ്റൊരു പ്രധാന കാര്യം, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ പറ്റി പറഞ്ഞപ്പോൾ അതിനോടനുബന്ധമായിട്ട് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക്. പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 4 ഉത്തരങ്ങൾ തെറ്റിച്ചാൽ നമ്മൾ ശരിയായിട്ട് ഒരു ഉത്തരം എഴുതിയതിന്റെ മാർക്ക് നോക്കും. അതാണ് നെഗറ്റീവ് മാർക്കിന്റെ അന്തസത്ത. വളരെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഒരു ഇക്വേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് അപ്ലൈ ചെയ്താണ് നിങ്ങളുടെ സ്കോറൊക്കെ തീരുമാനിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ഇക്വേഷൻ ഉണ്ട് ഇതിന്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത്തരം പരീക്ഷയെ സമീപിക്കുന്നത്? അതറിഞ്ഞിട്ട് വേണം പോയി സമീപിക്കാൻ. അതറിയാതെ എന്ന് സമീപിച്ച് അടി മേടിച്ചോണ്ട് പോലെ. നെഗറ്റീവ് മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറില് 100 ക്വസ്റ്റ്യൻ പേപ്പറില് ഏറ്റവും മിടുക്കനായിട്ടുള്ള LPST പരീക്ഷ എഴുതുന്ന ഏറ്റവും മിടുക്കനുണ്ടല്ലോ, ആ മിടുക്കന് പോലും ഒരു 50 ചോദ്യത്തിൽ കൂടുതലൊന്നും അറിയാവുന്നുണ്ടായിരിക്കില്ല. ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അത്തരത്തിലുള്ളതായിരിക്കും. കാരണം എല്ലാം ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 ലക്ഷം പേര് പരീക്ഷ എഴുതിയാൽ 2 ലക്ഷം പേർക്കും 100% മാർക്ക് കിട്ടിയാൽ പരീക്ഷ കൊണ്ടൊരു ഫലമില്ല.
പരീക്ഷ നടത്തിക്കൊണ്ടെന്താ കാര്യം? അപ്പൊ മിക്കവാറും 50% ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയി. ശേഷിക്കുന്ന 50%-ൽ 30% ആവറേജ് ക്വസ്റ്റ്യൻസ് ആയി. ശേഷിക്കുന്ന 20% ഈസി ക്വസ്റ്റ്യൻസ് ആയി. അപ്പൊ ഏറ്റവും മിടുക്കനായിട്ടുള്ള ആൾക്ക് പോലും 50% ക്വസ്റ്റ്യൻസിന്റെ ആൻസറെ അറിയാൻ പാടുള്ളായിരിക്കും. എഴുതുന്ന എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും മിടുക്കന് പോലും 50% ക്വസ്റ്റ്യനെ ആൻസർ അറിയാമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 50% അറിയാവുന്ന എഴുതി വെച്ചിട്ട് പോകണം? അല്ല. പിന്നെന്ത് ചെയ്യണം? നമ്മളെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയുന്ന പോലെ കറക്കിക്കൂട്ടം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ചോദ്യം വായിച്ചു 4 ഡിസ്ട്രാക്ടേഴ്സും നോക്കി നമുക്ക് ഒരു രൂപവും ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ലീവ് ഇറ്റ്. നമ്മളത് ഉപേക്ഷിക്കുക തന്നെ വേണം കേട്ടോ. വൈഡ് ഗസിംഗ് ഒന്നും ഇതിനകത്ത് നടത്താൻ പാടില്ല. ഇനി ഒരു ടിപ്പുണ്ട്. ആ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചോദ്യം വായിച്ചു. ഉദാഹരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആയിക്കോട്ടെ. കേരളത്തിന്റെ തലസ്ഥാനം ഏത്? 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിരുവനന്തപുരമാണ്, ബാക്കി 3 ഉത്തരങ്ങൾ കൊടുത്തത്. നമ്മൾ പയ്യന്നൂർ സ്വദേശിയാണെന്നിരിക്കും. പയ്യന്നൂർ എന്ന അതിനകത്തൊരു ആൻസർ ഉണ്ട്. അപ്പൊ നമ്മുടെ സ്വദേശത്തല്ല കേരളത്തിന്റെ തലസ്ഥാനം എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കാമല്ലോ. പിന്നെ ശേഷിക്കുന്ന 3 എണ്ണമേ ഉള്ളല്ലോ. 3 എണ്ണമേ ഉള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്നത് തലശ്ശേരിയിലാണ്. തലശ്ശേരി എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും അല്ല കേരളത്തിന്റെ തലസ്ഥാനം എന്ന് നമുക്കറിയാം. അത് ഒഴിവാക്കാം. അപ്പൊ 2 എണ്ണം ഒഴിവാക്കിയാൽ പിന്നെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ആ 2 എണ്ണത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാങ്കിലും ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് വൺ among the two. ആ 2 എണ്ണത്തിൽ 1 എണ്ണമാണ് നമ്മൾ എഴുതാം. അങ്ങനെ എഴുതാം. അങ്ങനെ വേണം എഴുതാൻ. എലിമിനേഷൻ പ്രോസസ് എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ടെക്നിക്കുണ്ട്, പ്രോബബിലിറ്റി എന്ന് പറയും. There is a probability of getting 50%. നിങ്ങൾക്ക് 50 ചോദ്യങ്ങളുടെ 100 ചോദ്യത്തിന് 50 എണ്ണത്തിന്റെ ഉത്തരം അറിയായിരുന്നു, അത് എഴുതി. ബാക്കിയുള്ള കുറെ എണ്ണം വിട്ട് 50 എണ്ണത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 എണ്ണം തീരെ അറിഞ്ഞുകൂടായിരുന്നു, അതങ്ങ് വിട്ടു. ശേഷിക്കുന്ന 40 എണ്ണത്തിന് ഇത്തരത്തിലുള്ള പ്രോബബിലിറ്റി അനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ there is a probability of getting 50% മാർക്ക്. 20 മാർക്ക് അതിന് കിട്ടും. 50ഉം 20ഉം 70 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 70 മാർക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ റാങ്ക് ഹോൾഡർ ആയി എന്നാണ് എൻ്റെ. അത്തരത്തിലുള്ള ഒരു സമീപനം വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് സ്വീകരിക്കാൻ. ഇനി മറ്റൊരു കാര്യം, ഈ പുസ്തകത്തിലോട്ടൊന്ന് കണ്ണോടിക്കണമല്ലോ, അതും ആവശ്യമാണല്ലോ. പുസ്തകത്തിലെ ആദ്യ ഭാഗം എഡ്യൂക്കേഷണൽ സൈക്കോളജി ആൻഡ് പെഡഗോഗിയാണ്. സൈക്കോളജി ആൻഡ് പെഡഗോഗി, വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും. അതിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് 5. ഞാൻ ഈ മനഃശാസ്ത്രം പറയാൻ കാരണം എന്താണെന്നറിയോ? 20ൽ 20 മാർക്കും മേടിക്കാവുന്ന, ഈ കൊടുത്തതിൽ ഏറ്റവും 100ൽ 100 മാർക്കും മേടിക്കാവുന്ന, 20ൽ 20 മാർക്കും മേടിക്കാവുന്ന ഒരു ഏരിയയാണ് സൈക്കോളജി. 19 മാർക്കൊക്കെ മേടിച്ച കുട്ടികളുണ്ട് കേട്ടോ. BSc ടെസ്റ്റ് 20ൽ 20 മാർക്കും മേടിക്കാൻ കഴിയും. അത് ആ ഫസ്റ്റ് സെഷനിൽ 5 യൂണിറ്റ് ആണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അത് കഴിഞ്ഞിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്, principles of development, then stages of development. Stages of development
പ്രീനാറ്റൽ സ്റ്റേജ്, ഇൻഫാൻസി. പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 280 days from the date of conception. അതാണ് പ്രീനാറ്റൽ സ്റ്റേജ്. Then infancy, first 3 years. Early childhood, 3 to 6 years. Later childhood, 6 to 12 years. Adolescence, from 12 to 19 years. Adulthood, 19 to 45. Old age. അങ്ങനെ പോകുന്നു ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. ദീസ് ആർ ദി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. സ്റ്റേജസ് മാത്രം പോരാ, ആസ്പെക്ട്സ് പഠിക്കണം. ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റിൽ 7 ആസ്പെക്റ്റുകൾ പഠിക്കണം. ഫിസിക്കൽ ഡെവലപ്മെന്റ്, മോട്ടോർ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇതിനകത്ത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ 2 പേരുടെ സിദ്ധാന്തങ്ങൾ പഠിക്കണം. പിയാഷെ, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് സജസ്റ്റഡ് ബൈ പിയാഷെ ആൻഡ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് സജസ്റ്റഡ് ബൈ ബ്രൂണർ. അത് കഴിഞ്ഞ് ഇമോഷണൽ ഡെവലപ്മെന്റിലോ കാതറിൻ ബ്രിഡ്ജസ്. 2 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വികാരം എങ്ങനെ വികസിക്കുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുന്ന കാതറിൻ ബ്രിഡ്ജസ് അവരുടെ തത്വം പഠിക്കണം. അത് കഴിഞ്ഞാൽ സോഷ്യൽ ഡെവലപ്മെന്റിൽ ഏറ്റവും പ്രധാനമായിട്ട് എറിക്സനെ പറ്റി പഠിക്കണം. സോഷ്യൽ ഡെവലപ്മെന്റില് എറിക്സൺ പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്. മോറൽ ഡെവലപ്മെന്റ് കോൾബർഗ് പറയുന്നു, ധാർമ്മിക ബോധം, സാൻമാർഗികത നമ്മളിൽ വളരുന്നത് 3 തലങ്ങളിലായിട്ടുള്ള 6 സ്റ്റേജുകളിലായിട്ടാണ്. മോറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ 3 പേരെ പഠിക്കണം, പിയാഷെ, നോം ചോസ്കി ആൻഡ് വൈഗോസ്കി. ഇത്രയൊക്കെയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്തത് ലേണിംഗ് ആണ്. ലേണിംഗ് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ലേണിംഗിന് ആദ്യം തുടങ്ങുന്നേ തന്നെ ലേണിംഗിന്റെ ഡെഫിനിഷൻ പഠിക്കണം. ഗേറ്റ്സ് ആൻഡ് അതേഴ്സ്, ലേണിംഗിന്റെ ഡെഫിനിഷൻ. അത് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഉണ്ട്. മോട്ടിവേഷനിൽ എബ്രഹാം മാസ്ലോവിന്റെ സിദ്ധാന്തം പഠിക്കണം. ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ്, ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് പഠിക്കണം. ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് മാസ്ലോവ് 5 തലങ്ങളിലായിട്ട് മോട്ടീവ്സിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 തലങ്ങളിലായിട്ട്. അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഗിൽഫോർഡിന്റെ മോട്ടിവേഷൻ സൈക്കിൾ ഉണ്ട്, ഗിൽഫോർഡ്, അതറിഞ്ഞിരിക്കണം. അതും കഴിഞ്ഞാൽ ലേണിംഗ് തിയറീസ് ആയി. ലേണിംഗ് തിയറീസിൽ 9 പേരുടെ തിയറികൾ നമ്മൾ പഠിക്കണം. തോണ്ടൈക്ക്, പാവ്ലോവ്, സ്കിന്നർ. ബിഹേവിയറിസ്റ്റ് ആണ് 3 പേരും. അതുപോലെ കൺസ്ട്രക്റ്റിവിസ്റ്റ് 3 പേരുണ്ട്, പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി. പിയാഷെയുടെ ഡിസ്കവറി ലേണിംഗും പാവ്ലോവിന്റെ ജനറ്റിക് എപ്പിസ്റ്റമോളജിയും വൈഗോസ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്. ഇതൊക്കെ പരീക്ഷയ്ക്കില്ലാതെ പരീക്ഷ കടന്നു പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഉണ്ട്, ഗാഗ്നെ. സ്റ്റിമുലസ് ലേണിംഗ്, സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്. 8 തലത്തിലായിട്ടാണ് പഠനത്തെ ക്രമീകരിച്ചേക്കുന്ന ആർ.എൻ. ഗാഗ്നെ. അത് കഴിഞ്ഞാൽ കോഹ്ലറുടെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്.
or gestalt learning. അസുബലിന്റെ മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്, ബണ്ടൂരയുടെ സോഷ്യൽ ലേണിംഗ്, ഇതെല്ലാം പ്രധാനമായിട്ട് പഠിക്കുന്ന പഠനത്തെ സംബന്ധിച്ചിടത്തോളം. പഠനത്തിൽ ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. അത് കഴിഞ്ഞാൽ ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ് തുടങ്ങുന്നുണ്ടേ വെഷ്ലർ പറയുന്ന ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ, സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി, ഗിൽഫോർഡിന്റെ ഫാക്ടർ അനാലിസിസ്, ഏറ്റവും പുതുതായിട്ട് വന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഡാനിയൽ ഗോൾമാന്റെ, ഹൊവാർഡ് ഗാർണർ കഴിഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ അവിടുന്നൊക്കെ ചോദ്യം വളരെ കൺഫ്യൂഷനായിട്ട് ചോദിക്കാറുണ്ട്. ആരാണ് ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റി ആദ്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഡാനിയൽ ഗോൾമാൻ എന്ന് കുട്ടികളെല്ലാം പറയും. ജോൺ മില്ലർ ആണ് ആദ്യമായിട്ട് ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റി പറഞ്ഞത്, ഡാനിയൽ ഗോൾമാൻ അല്ല. ഡാനിയൽ ഗോൾമാൻ അത് വിശദീകരിച്ച് ഒരു പുസ്തകം എഴുതിയെന്നുള്ളത്. അപ്പൊ അക്കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇന്റലിജൻസിന്റെ മെഷർമെന്റ് ഉണ്ട്. ആൽഫ്രഡ് ബിനെ അറിഞ്ഞിരിക്കണം. ദെൻ അത് കഴിഞ്ഞാൽ വ്യക്തിത്വത്തിന് ഡിഫൈൻ ചെയ്തേക്കുന്ന ആള് തന്നെ ആൽപോർട്ടാണ്. Personality is the dynamic organization within the individual of those psychophysical systems that determine his unique adjustment to his environment. അതുവരെ വ്യത്യസ്തരായിട്ടുള്ള സൈക്കോളജിസ്റ്റ് നൽകിയിട്ടുള്ള നിർവചനങ്ങളുടെ അന്തസത്ത ചേർത്താണ് ആ നിർവചനം ഉണ്ടാക്കിയിരിക്കുന്നത് ആൽപോർട്ട്. അത് കഴിഞ്ഞാൽ അപ്രോച്ചസ് ടു സ്റ്റഡി പേഴ്സണാലിറ്റി ഉണ്ട്. അതാണ് പേഴ്സണാലിറ്റിയുടെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയില് LPST UPSTയുടെ സിലബസ് അനുസരിച്ച് 4 അപ്രോച്ചുകൾ പഠിക്കണം. ഒന്ന് ടൈപ്പ് അപ്രോച്ച്. ടൈപ്പ് അപ്രോച്ചിൽ 3 പേര് പഠിക്കണം, ഹിപ്പോക്രാറ്റ്സ്, ട്രെസ്മർ, ഷെൽഡൻ. അത് കഴിഞ്ഞാൽ ട്രെയ്റ്റ് അപ്രോച്ച്, വ്യക്തിത്വ സവിശേഷതാ സമീപനം. അതിനകത്ത് ആൽപോർട്ട്, കാറ്റൽ, ഐസൺ 3 പേരെ പഠിക്കണം. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, മനോവിശ്ലേഷണ സിദ്ധാന്തം. 2 പേരെയാണ് പഠിക്കേണ്ടത്. സിഗ്മണ്ട് ഫ്രോയിഡും അദ്ദേഹത്തിന്റെ ശിഷ്യനായ CG യുങ്ങിനെയും പഠിക്കണം. 4ാമത്തെ സമീപനം എന്ന് വെച്ചാൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, മാനുഷിക സമീപനം. 2 പേരെ പഠിക്കണം, കാൾ റോജേഴ്സ് ആൻഡ് എബ്രഹാം മാസ്ലോ. ഇതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഇതിന്റെ തിയറിയിൽ നിന്നൊന്നും ചോദ്യമില്ലാതെ പരീക്ഷ കടന്നു പോകുന്നില്ല. അപ്പൊ അത്ര പ്രധാനപ്പെട്ടാണ്. ദെൻ വ്യക്തിത്വ മാപനം, മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി, ക്വസ്റ്റ്യനെയർ, ഇൻവെന്ററീസ് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. 4 പ്രൊജക്റ്റീവ് ടെക്നിക്സ് പഠിക്കണം. റോഷ ഇംഗ്ലോ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആൻഡ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. റോഷ ഇംഗ്ലോ ടെസ്റ്റ്, TAT, WAT ആൻഡ് CAT. ഇതൊക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞാല് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെന്റിന് ഏറ്റവും പ്രധാനമായിട്ട് മാൽ അഡ്ജസ്റ്റ്മെന്റിനുള്ള കാരണങ്ങൾ ഒന്നാണ്. അവിടെ 3 കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. അപ്രോച്ച്, ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്ട്. ദീസ് ആർ ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ടു മാൽ അഡ്ജസ്റ്റ്മെന്റ്. അതിനകത്ത് കോൺഫ്ലിക്റ്റ് 3 തരത്തിലുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്ട്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്ട്, അവോയ്ഡൻസ് കോൺഫ്ലിക്ട്. അത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഓർ ഡിഫൻസ് മെക്കാനിസം. ഏതൊക്കെയാ പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസം? റിപ്രഷൻ, പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ,
റാഷണലൈസേഷൻ, സബ്ലിമേഷൻ, കോമ്പൻസേഷൻ, റിഗ്രഷൻ, ഡിസ്പ്ലേസ്ഡ് ആങ്കർ. തീർന്നില്ല, 8 പേരെ ഞാൻ പറഞ്ഞുള്ളൂ. ഈ പുസ്തകത്തിൽ എല്ലാം വിവരിക്കുന്നുണ്ട്. 21 ഡിഫൻസ് മെക്കാനിസത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വളരെ കോംപ്രിഹെൻസീവാണ്. ഇതിൽ 1-2 എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, CWSN, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അതാണ് CWSN. അടുത്ത പെഡഗോഗിയില് വിദ്യാഭ്യാസ ചിന്തകര്, ദർശനങ്ങള്. വിദ്യാഭ്യാസ ചിന്തകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് പ്ലേറ്റോ, ജോൺ ഡൂയി, റൂസോ, മറിയ മോണ്ടിസോറി, വിവേകാനന്ദ, ടാഗോർ, ഗാന്ധിജി, ശ്രീ അരബിന്ദു. ഇങ്ങനെ ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ദെൻ വിദ്യാഭ്യാസ ദർശനങ്ങൾ, 4 ദർശനങ്ങൾ പഠിക്കണം. ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം. 4 ദർശനങ്ങൾ പഠിക്കണം. ഈ 4 ദർശനങ്ങളുടെയും അന്തസത്ത ചേർത്തുകൊണ്ട് ഞാനൊരു ടേബിൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 2 പേജിലെ ഒരു ടേബിൾ. ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ദർശനങ്ങളിലെ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ദെൻ വിദ്യാഭ്യാസ കമ്മീഷനുകളും ഏജൻസികളും. വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 1948-49 എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടായി. 1952-53 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ വന്നു. അതിനുശേഷം 1964-66 ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഡോക്ടർ കൊത്താരി കമ്മീഷൻ വന്നു. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ നയങ്ങൾ ഉണ്ടായി. 1968 വിദ്യാഭ്യാസ നയം വന്നു. 1986 വിദ്യാഭ്യാസ നയം വന്നു. അതെല്ലാം കഴിഞ്ഞതാ ഏറ്റവും പുതുതായിട്ട് വിദ്യാഭ്യാസ നയം 2020 വന്നിരിക്കുക. ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു, 1968. രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം രാജീവ് ഗാന്ധി ഗവൺമെന്റ് 1986 കൊണ്ടുവന്നു. അതിനുശേഷം മൂന്നാമത്തെ വിദ്യാഭ്യാസ നയം 2020 ഈ മോദി സർക്കാർ കൊണ്ടുവന്നു. അത് നടപ്പാക്കാൻ. ഈ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് തീർച്ചയായിട്ടും ചോദ്യം ഉണ്ടാവും. കറണ്ട് അഫയേഴ്സിലായാലും ഈ പെഡഗോഗിയിലായാലും വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. ഈ 3-ാം തീയതി രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചൊരു സെമിനാർ തിരുവനന്തപുരം മാർത്തിയോ ഫിലിസ് ട്രെയിനിങ് കോളേജിന്റെ ആഭിമുഖ്യത്തിന് നടക്കുന്നുണ്ട്. അതിനകത്ത് 3 സെഷൻ വിദ്യാഭ്യാസത്തിന്റെ ചരിത്ര പശ്ചാത്തലം, പുതിയ വിദ്യാഭ്യാസ നയം പുതിയ വിദ്യാഭ്യാസ നയം എന്തിന്, എങ്ങനെ. മൂന്നാമത് വിമർശനാത്മകമായിട്ടുള്ള സമീപനം, വിമർശനാത്മകമായിട്ട് വിദ്യാഭ്യാസ നയത്തെ നോക്കിക്കാണും. അപ്പൊ അത് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏറെ സഹായകമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസം, എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം ഉണ്ടായത്? കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ വിദ്യാഭ്യാസം എങ്ങനെ ആയിരുന്നു? കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ തെക്ക് ഭാഗം തിരുവിതാംകൂറും അതിന്റെ വടക്ക് ഭാഗം തിരുക്കൊച്ചിയും ഏറ്റവും വടക്കുള്ള ഈ മലബാർ ഭാഗം മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. ഇങ്ങനെ 3 ഭാഗങ്ങൾ കോർത്ത് ഇണക്കിയാണ് 1956 കേരളം രൂപീകരിച്ചത്. അതിനു മുമ്പ് തിരുവിതാംകൂറിൽ LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതിന് വടക്കുള്ള കൊച്ചിയിൽ CMS, ചർച്ച് മിഷൻ സൊസൈറ്റി, ഈ മലബാർ പ്രദേശത്ത് BMS, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി. ഇവരൊക്കെ ഈ മിഷൻ പ്രവർത്തകർ എന്തിന് വിദ്യാഭ്യാസം ചെയ്യിച്ചു എന്നുള്ള കാര്യം ഒരു തർക്ക വിഷയമാണ്. പക്ഷെ അവര് ജനങ്ങളെ, ഇന്ത്യയിലെ അടിസ്ഥാന ജനങ്ങളെ അവര് പഠിപ്പിച്ചു എന്നുള്ള കാര്യം തർക്കരഹിതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസം അത് കഴിഞ്ഞു. കേരളത്തിൽ സർവകലാശാലകൾ വന്നു. ഇന്ന് 14 സർവകലാശാലകൾ കേരളത്തിലുണ്ട്.
അത് ഫെഡറൽ സർവകലാശാലകൾ 4 കേരള സർവകലാശാല, ഗാന്ധിജി സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല. ദീസ് ആർ ആർ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി. ആ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അഫിലിയേഷനൊക്കെ പോകാൻ പോവുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ 3 തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിഭാവന ചെയ്യുന്നത്. 1 റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, 2 ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ്, 3 ആട്ടോണമസ് കോളേജസ്. നമ്മുടെ ഈ കോളേജുകളെല്ലാം ആട്ടോണമസ് ആക്കി മാറ്റാൻ പോകും, സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ പാഠ്യപദ്ധതി, കരിക്കുലം വളരെ പ്രധാനപ്പെട്ടാണ്. 2005 കരിക്കുലമാണ് ഇപ്പൊ ദേശീയ തലത്തിൽ നിലനിൽക്കുന്നത്. NCF 2005. അതിനെ തുടർന്ന് കേരളം KCF 2005 കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വീണ്ടും കരിക്കുലം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കി. ഇപ്പോൾ പുതിയ പാഠ്യപദ്ധതി സമീപനം 2013 അതാണ് കേരളത്തിൽ നടപ്പാക്കുന്ന കരിക്കുലം. ഇത് ഈ അടുത്ത കാലത്ത് മാറ്റാനായിട്ട്, ദേശീയ തലത്തിൽ മാറ്റാനായിട്ട് പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ്. അടുത്തത് പഠനവും വിദ്യാഭ്യാസവും. ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, ആക്ടിവിറ്റി സെന്റേർഡ് എഡ്യൂക്കേഷൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ്, പെഡഗോഗിയുടെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് മൂല്യനിർണ്ണയമാണ്, ഇവാലുവേഷൻ. അതിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ട് LPSTക്ക് ഉണ്ടാവും. അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് assessment, ipsative assessment. What are the tools used for assessment? Tools used എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ questionnaire, inventory, checklist, rating scale, achievement test, psychological test. ഇതെല്ലാമാണ് ടൂൾസ്. Then what are the techniques? പലർക്കും ടൂൾസും ടെക്നിക്കും തമ്മിൽ തെറ്റിപ്പോവാറുണ്ട്. ടെക്നിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, പ്രൊജക്റ്റീവ് ടെക്നിക്, സോഷ്യോമെട്രി, ഇതൊക്കെയാണ് ടെക്നിക്. JL മൊറേനയാണ് സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്തത്. അത് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. സോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രൂപ്പുകളിലെ, ക്ലാസ്സുകളിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിനാണ് സോഷ്യോമെട്രി ഉപയോഗിക്കുന്നത്. അതിന് സോഷ്യോമെട്രി ഉപയോഗിച്ചാൽ സ്റ്റാർ ആരാണ്, ക്ലിക്ക് ആരാണ്, ഐസൊലേറ്റ്സ് ആരാണ്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ സോഷ്യോമെട്രി സഹായിക്കും. അത് കഴിഞ്ഞാൽ ഇന്റേണൽ അസസ്മെന്റ്, സെമസ്റ്റർ സിസ്റ്റം, ഗ്രേഡിംഗ് സിസ്റ്റം, ഇതിനെക്കുറിച്ചെല്ലാം പുതിയ LPST UPSTക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ കാര്യമായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഇത്രയും പഠിച്ചാൽ, ഏതായാലും സൈക്കോളജി പഠിക്കേണ്ടതിന് ഒരു അതിർവരമ്പുകളുണ്ട്. സൈക്കോളജി, പെഡഗോഗി, ഇത്രമാത്രം പഠിച്ചാൽ മതി. അത്രമാത്രം പൂർണ്ണമായിട്ട് പഠിച്ചോ 20 മാർക്കും സൈക്കോളജിയും മേടിക്കാം, 20 മാർക്കും മേടിക്കാം. അത് കഴിഞ്ഞ് സാമാന്യ ശാസ്ത്രം, ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിന് 8 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. 8 യൂണിറ്റുകൾ പ്രൊഫസർ രാജീവാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. പഴുതടച്ച്, അക്ഷരാർത്ഥത്തിൽ പറയട്ടെ, പഴുതടച്ച് റിവൈസ് ചെയ്തിരിക്കുകയാണ്. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, ശരീരശാസ്ത്രം, സൗരയൂഥം, ബഹിരാകാശം, ദെൻ കണ്ടുപിടുത്തങ്ങൾ, നിത്യജീവിതത്തിലെ ശാസ്ത്രം. ഇങ്ങനെയാണ് 8 യൂണിറ്റ്. ഇത് ഈ സ്കൂൾ തലത്തിൽ SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പാഠപുസ്തകങ്ങളിലെ അന്തസത്ത എടുത്താണ് ഇത് ഇത്തരത്തിൽ വികസിപ്പിച്ചു വെച്ചേക്കുന്നത്. ഒരു കാര്യം ഇതിൽ നിന്നേ ചോദ്യം വരുള്ളൂ, വേറെ എവിടുന്നേം വരാനില്ല. അത് കഴിഞ്ഞ് സാമൂഹ്യശാസ്ത്രം ഡോക്ടർ സക്കീർ സാറാണ് ഇത് ശരിയാക്കിയിരിക്കുന്നത്. സാമൂഹ്യശാസ്ത്രം, ഇത് പുസ്തകം കണ്ടാൽ നിസ്സാരമെന്ന് തോന്നും. എത്ര പേരുടെ എത്ര കാലത്ത് അധ്വാനം, എത്ര പേര് തലയാണ് ഇതിനകത്ത് പുകച്ചിരിക്കുന്നതെന്നറിയാം. ഡോക്ടർ സക്കീർ സാറ്
13 ചാപ്റ്ററുകളിലായിട്ടാണ് സാമൂഹ്യശാസ്ത്രം തയ്യാറാക്കിയിരിക്കുന്നത്. 1 കേരള ചരിത്രം, 2 ഇന്ത്യ ചരിത്രം, 3 ലോക ചരിത്രം. അടുത്തത് സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞത് ഭരണഘടന, ഗവൺമെന്റ് സംവിധാനം, സർക്കാർ പഞ്ചവത്സര പദ്ധതികൾ. മിക്ക പുസ്തകത്തിലും ഇതിനെക്കുറിച്ചൊന്നും 10 പദ്ധതികൾ കഴിഞ്ഞാൽ അവിടെ നിന്നു. ഇത് 12ാമത്തെ പദ്ധതിയുടെ വരെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കേരള നവോത്ഥാനം. കേരള നവോത്ഥാനത്തെ കുറിച്ച് വളരെ ബൃഹത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നവോത്ഥാന നായകന്മാരുടെ 44 പേരുടെ കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് കൊടുത്തിരിക്കുക. പിന്നെ ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, സമയമേഖലകൾ. പഴയ പുസ്തകം ഉള്ളവർ ദയവായിട്ട് ഒരു കാര്യം കൂടി ഓർത്തോണേ. അന്ന് DTPയിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഒരു ചെറിയ DTPക്കാർക്ക് കോപ്പി പേസ്റ്റ് ചെയ്തതിനൊരു തെറ്റുപറ്റി. അതുകൊണ്ട് പഴയ പുസ്തകമുള്ളവര് സമയമേഖലകൾ അതിൽ നിന്ന് പഠിക്കരുത്. പുതിയ പുസ്തകം നോക്കി തന്നെ പഠിക്കണം. കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അത് പുതിയ പുസ്തകത്തിലെയാണ് ശരി. പഴയ പുസ്തകത്തിൽ ഒരു വലിയ മിസ്റ്റേക്ക് അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട്. ദെൻ മണ്ണിനങ്ങൾ, ജലസേചന പദ്ധതികൾ. ഇത്രയാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിക്കാറുള്ളത്. അടുത്തത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ജനറൽ നോളജ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്താണ്. കേരളം, ഇന്ത്യ, ലോകം. ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്താണ് ജനറൽ നോളജ് കൊടുത്തേക്കുന്നത്. അടുത്തത് സമകാലികം. സമകാലികം എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ മാസം വരെയുള്ള സമകാലികം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും. അതുവരെയുള്ള സമകാലികം അത്ര അപ് ടു ഡേറ്റ്. PK നൗഷാദ് എന്ന് പറഞ്ഞ് ഇതിന്റെ ഒരു എക്സ്പെർട്ട് ഉണ്ട് കൽപ്പറ്റയിൽ. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് പൊതുവിജ്ഞാനവും സമകാലികവും തയ്യാറാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ലഘുഗണിതം. അടുത്തത് ലഘുഗണിതം. ലഘുഗണിതത്തില് 18 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. 100% മാർക്ക് മേടിക്കാവുന്ന ഒരു ഏരിയയാണ് ലഘുഗണിതം. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. അതായത് 18 ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, സംഖ്യാശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, പലിശയും കൂട്ടുപലിശയും, ത്രികോണങ്ങൾ, ഖനരൂപങ്ങൾ, ചെറുപൊതുഘടകവും വൻപൊതുഘടകവും, LCF, HCF, ലാഭം നഷ്ടം, മെട്രിക് അളവ്, സർവസമവാക്യങ്ങൾ, കലണ്ടർ. ഇത്രയാണ് അതിൽ പഠിക്കാറ്. ഇനി മാനസിക ക്ഷമത. യൂണിവേഴ്സിറ്റിയിലെ നെറ്റ് JRF കോച്ചിങ്ങിന് ഒരുപാട് കാലം ഞാൻ ക്ലാസ് എടുത്തതാണ്. മെന്റൽ എബിലിറ്റി, മാനസിക ക്ഷമത. അത് വളരെ വിപുലമായിട്ട് ഒരു ഏരിയ. അതിലെ ചെറിയൊരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. മാനസിക ക്ഷമതയിൽ പഠിക്കാനുള്ളത് സംഖ്യാശ്രേണി, അക്ഷരശ്രേണി, സാദൃശ്യം, വർഗീകരണം, കോഡിംഗ്, ഡീകോഡിംഗ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ആൽഫബറ്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ്, തീയതിയും കലണ്ടറും, കോമൺ സെൻസ് ടെസ്റ്റ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ, 2 ദിവസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം പഠിക്കാവുന്നുള്ളത്. വളരെ സിമ്പിളാണ്. പക്ഷെ പലരും എന്താണെന്ന് ഈ സദ്യക്കൊക്കെ ഭക്ഷണം വിളമ്പുമ്പോൾ ചില ആൾക്കാരുണ്ട്, ചേന വലിയ ഉരുളക്കിഴങ്ങിന്റെ കഷ്ണമൊക്കെ എടുത്ത് ഇലയുടെ സൈഡിലോട്ടൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ദഹിക്കത്തില്ല എന്നാണ് അവരുടെ ധാരണ. അയ്യോ, അത് ശരിയല്ല. മെന്റൽ എബിലിറ്റി, മാനസികക്ഷമത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഇതിനകത്തില്ല. അല്പം മനസ്സിരുത്തി പഠിക്കണം, ചെയ്ത് പഠിക്കണം എന്ന് മാത്രം. അടുത്തത് ഇതിന്റെ ഇംഗ്ലീഷ് ഭാഗമാണ്. ഇംഗ്ലീഷ് ഭാഗം കേരളത്തിലെ ഇംഗ്ലീഷിന്റെ ഏറ്റവും വലിയ ആചാര്യനായിട്ടുള്ള ജോൺ സാർ, അദ്ദേഹം ദേവഗിരി കോളേജിൽ റിട്ടയർ ചെയ്ത പ്രൊഫസറാണ്, ഇംഗ്ലീഷിന്റെ അതോറിറ്റിയാണ്. അദ്ദേഹമാണ് ഇതിനകത്ത് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഡിറ്റർമിനേഷൻ, ആർട്ടിക്കിൾസ്, റിഫ്ലക്റ്റീവ് പ്രൊനൗൺസ്, prepositions, simple sentence, tag questions, auxiliaries, tense in English, past tense, phrasal verbs, conditional clauses, gerundives, linkage, verbal ability, concord, reported speech, degrees of comparison.
Active and passive voice, correction of sentence, one word substitute for phrases, words often confuse spellings, antonyms, synonyms, singular and plural തുടങ്ങി 27 ചാപ്റ്ററുകളാണ് ഇതിനകത്ത്. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം അനുബന്ധമായിട്ട് LPSTയുടെ 3 പരീക്ഷ, LPSTയുടെ 2005 നടന്ന പരീക്ഷ, 2010 നടന്ന പരീക്ഷ, 2015 നടത്തേണ്ട പരീക്ഷ 2017 5 വർഷം കൂടുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ 3 ക്വസ്റ്റ്യൻ. അതുപോലെ UPSTയിലെ 2005, 2010, 2016 മൂന്ന് ചോദ്യങ്ങള് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് PSC പരീക്ഷ. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റും പഠിച്ചു കഴിഞ്ഞിട്ട് അതാത് യൂണിറ്റിന്റെ എൻഡിൽ കൊടുത്തിട്ടുള്ള മാതൃകാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം. അതെല്ലാം മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് PSCയുടെ ഓരോ പരീക്ഷയ്ക്കുള്ള 3 ചോദ്യങ്ങൾ വീതം കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ യു ആർ റെഡി ഫോർ എക്സാമിനേഷൻ. ഇതായിരിക്കണം ഇതിന്റെ സമീപനം. അപ്പൊ എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ പ്രശ്നം അതല്ല. നമുക്ക് എന്ത് പഠിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്, മിക്കവർക്കും അറിയില്ല. അത് സത്യമാണ്. എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്നുള്ളതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പഠന സമയം, പഠന സ്ഥലം, പഠന രീതി, ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. പഠനത്തിന് പ്രത്യേക സമയമുണ്ടോ? ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഉണ്ട്, പഠനത്തിന് സമയമുണ്ട്. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, early to bed, early to rise makes a man healthy, wealthy and wise. ആ പഴഞ്ചൊല്ലിന്റെ ഒക്കെ പ്രാധാന്യം ഇക്കാലത്ത് ഒട്ടും കുറഞ്ഞിട്ടില്ല. രാവിലത്തെ സമയം തന്നെയാണ് പഠിക്കാൻ. രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരു ക്ലീൻ സ്ലേറ്റ് ആയിരിക്കും. ഒരു ക്ലീൻ സ്ലേറ്റ് ആയിരിക്കും. എന്തെഴുതിയാലും അവിടെ നിലനിൽക്കും. കല്ലിൽ കൊത്തിവെച്ച പോലെ ഉണ്ടാവും. വൈകിട്ട് 2 മണിക്കൂർ രാത്രിയൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ രാവിലെ 1 മണിക്കൂർ കൊണ്ട് പഠിക്കും. അപ്പൊ പഠിക്കാൻ ചിലർക്ക് അപ്പം ബുദ്ധിമുട്ടുണ്ടാവും. രാവിലെ പഠിക്കാൻ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള സൗകര്യം അനുസരിച്ച് പഠിച്ചാൽ മതി. പക്ഷേ പ്രധാനമായിട്ട് ഓർക്കണം, രാവിലത്തെ സമയമാണ് പഠിക്കാൻ ഉത്തമം. ദെൻ പഠന സ്ഥലം. അങ്ങനെ പഠനത്തിന് പ്രത്യേക സ്ഥലം വല്ലതും ഉണ്ടോ? നിങ്ങൾ എവിടെ ആയിരുന്നു പഠിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ചിലർ ഡ്രോയിങ് റൂമിൽ നിന്ന് പഠിക്കുന്നു. ഡ്രോയിങ് റൂമിലാണ് നമ്മുടെ മറ്റേ പെട്ടി വെച്ചേക്കുന്ന, വിട്ടിപ്പെട്ടി, TV വെച്ചേക്കുന്ന ഡ്രോയിങ് റൂമിലാണ്. വീട്ടിലെ പ്രായമുള്ളവരൊക്കെ എപ്പോഴും അത് വന്ന് ഓൺ ചെയ്യും. അതോടുകൂടി നമ്മുടെ പഠനം തകരാറിലാവും. മാത്രമല്ല, അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ഓടിക്കയറുന്നത് നമ്മുടെ ഡ്രോയിങ് റൂമിലേക്കാണ് വീട്ടില്. അതോടുകൂടി നമ്മുടെ പുസ്തകം അടഞ്ഞു പോകും. വേറെ ചിലര് പഠിക്കുന്നത് ഡൈനിങ് ടേബിളിലാണ്. ഡൈനിങ് ടേബിൾ എവിടെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഒന്നിൽ അടുക്കളയിൽ അല്ലെങ്കിൽ അടുക്കളയുടെ അടുത്ത സ്ഥലത്തായിരിക്കും ഡൈനിങ് ടേബിളിന്റെ സ്ഥലം. അമ്മ എപ്പോഴും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ മണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നെയ്യുള്ള മത്തിയൊക്കെ വറുക്കുമ്പോൾ എന്തൊരു മണമായിരിക്കും എന്നറിയോ? നമുക്ക് വിശപ്പില്ലേലും വിശപ്പ് പോകും. അപ്പൊ നമ്മൾ പുസ്തകം അങ്ങ് അടയ്ക്കും. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വായിക്കാവുന്ന തീരുമാനം. അപ്പൊ അതൊന്നും പറ്റിയ സ്ഥലമല്ല. ചിലരുടെ വായന സ്ഥലം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ആകെയുള്ള ഫർണിച്ചർ കോട്ടും ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ വായിക്കുന്നവരുടെ വായന കിടന്നു തന്നെ ആയിരിക്കും. ആ കിടന്നുള്ള വായന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ഉറക്കം ക്ഷണിച്ചു വരുത്തും. അപ്പൊ ഈ ഡ്രോയിങ് റൂമും ഡൈനിങ് ടേബിളും ബെഡ്റൂമും ഒന്നും പഠിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നായി പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. പഠിക്കാൻ പറ്റിയ, ബാക്കിയുള്ളവരുടെ ശല്യം ഇല്ലാതെ ഇരുന്ന് പഠിക്കാൻ പറ്റിയ സ്ഥിരമായ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം. എല്ലാവർക്കും പഠനമുറി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വേനൽക്കാലത്താണെങ്കിൽ വീട്ടിന് വെളിയിലുള്ള മരച്ചുവടാകാം, തിണ്ണക്കിരുന്ന് വായിക്കാം, മുറ്റത്തിരുന്ന് വായിക്കാം, വർഷത്തിലിരുന്ന് വായിക്കാം. പറ്റിയ ഒരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കും. പക്ഷെ ആ സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യമാണ്, നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലമായിരിക്കും, നല്ല വെളിച്ചമുള്ള സ്ഥലമായിരിക്കണം.
വെളിച്ചം കുറഞ്ഞുള്ളിടത്തൊക്കെ ഇരുന്ന് വായിച്ചാൽ പെട്ടെന്ന് കണ്ണ് ക്ഷീണിച്ചു പോകും, ഉറക്കം വരും. കോട്ടുവായിടുന്നത് ക്ഷീണിച്ചതിന്റെ തെളിവാണ് കോട്ടുവായിടുന്നത്. അപ്പൊ ശുദ്ധവായു നല്ല വെളിച്ചമുള്ള സ്ഥലമായിരിക്കണം കണ്ടെത്തുന്ന. അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക പഠിക്കാൻ. ഇനി പഠന രീതിയുണ്ട്. പഠന രീതി നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു പഠന രീതി ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞിരുന്നത് ശ്രവണ മനന നിധിധ്യാസനം എന്നാണ്. വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിപ്പിച്ചിരുന്ന വസിഷ്ഠന്റെയും വിശ്വാമിത്രന്റെയും സാന്ദീപനിയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഉച്ചാരണ പ്രധാനങ്ങളായ വേദമന്ത്രങ്ങളും ശ്രുതികളും ശ്രുതികളുമാണ് പഠിപ്പിച്ചത്. അന്ന് എഴുതിയെടുക്കാൻ ഓലയില്ല, നാരായമില്ല, ബുക്കില്ല, പേപ്പറില്ല, പെൻസിലില്ല, കമ്പ്യൂട്ടറില്ല, ലാപ്ടോപ്പില്ല, ഇതൊന്നുമില്ല. ഒരു മുഖത്തു നിന്ന് വീണത് കേൾക്കുക. ഓറൽ ട്രഡീഷൻ ആയിരുന്നു അന്ന്. ഓലയുടെയും നാരായത്തിന്റെയും ഒത്താശയില്ലാത്ത ആ കാലഘട്ടത്തിൽ ഓറൽ ട്രഡീഷൻ ആയിരുന്നു എന്നാണ്. അങ്ങനെ ഗുരുമുഖത്തു നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ കേൾവി മാത്രമേ ഉള്ളൂ. കേൾവി എന്ന് പറഞ്ഞാൽ വെറും കേൾവിയല്ല, ശ്രദ്ധയോടുകൂടിയുള്ള കേൾവി. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ശ്രദ്ധ. ശ്രദ്ധയോടെ കേൾക്കുക. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ ഗുരുമുഖത്തു നിന്ന് വീണ് കിട്ടുന്ന കാര്യങ്ങൾ അതേപോലെ ഒപ്പിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് അതിനാണ് ശ്രവണം. മനനം എന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ വിശ്രമവേളകളിൽ ഗുരുമുഖത്തു നിന്ന് വീണ് കിട്ടുക കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് മനനം. പശുക്കളൊക്കെ മേയാൻ വിട്ടു കഴിഞ്ഞാൽ മേഞ്ഞ് അങ്ങ് പോകും. ഉച്ചയാവുമ്പോൾ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ വന്ന് കിടക്കും. വെറുതെ കിടന്ന് ഉറങ്ങല്ല നമ്മളെ പോലെ. അതുവരെ തിന്ന പുല്ലുകൾ വീണ്ടും വായിലേക്ക് കൊണ്ടുവന്ന് സലൈവയൊക്കെ ചേർത്ത് ചവച്ചരച്ച് നല്ല മിശ്രിതമാക്കി ഇറക്കുകയാണ്. അപ്പോഴേ അത് ശരീരത്തിന് പോഷകമായിട്ട് മാറുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഗുരുമുഖത്തു നിന്ന് കിട്ടിയ കാര്യങ്ങൾ വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് മനനം. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ ധ്യാനം തന്നെ. ഒരു ധ്യാനത്തിലൂടെ, മെഡിറ്റേഷനിലൂടെ അന്യമായി നിന്ന് ആ അറിവിനെ സ്വന്തം ആത്മാവിൽ വിലയം പ്രാപിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് മനനം ചെയ്യൽ എന്ന് പറയുന്നത്. അതോടുകൂടി അതുവരെ അന്യമായ അറിവ് നമ്മുടെ സ്വന്തമായി മാറുക. അതായിരുന്നു ശ്രവണ മനന നിധിധ്യാസനം. അതിന് ഈ കാലഘട്ടത്തിലും ഒട്ടും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ഒറ്റയ്ക്കിരുന്ന് വായിക്കാതെ നിങ്ങളുടെ കൂട്ടുകാർ 2-3 പേര് ചേർന്ന് പിയർ ലേണിംഗ് നടത്തുക. പിയർ ലേണിംഗ്. പിയർ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർ. അവരെ 3-4 പേരെ ഒന്നിച്ചു കൂട്ടി ഒരാൾ പുസ്തകം വായിക്കട്ടെ, മറ്റൊരാൾ അതിൽ നിന്ന് ചോദ്യം ചോദിക്കട്ടെ, മൂന്നാമത്തെ ആൾ ഉത്തരം പറയട്ടെ. ആ പറഞ്ഞ ഉത്തരത്തിലുള്ള പോരായ്മകൾ നാലാമത്തെ ആള് പൂരിപ്പിച്ച് കോംപ്രിഹെൻസീവായിട്ട് അത് കൺക്ലൂഡ് ചെയ്യട്ടെ. അങ്ങനെയുള്ള പഠനമാണെങ്കിൽ അത് എപ്പോഴും മനസ്സിൽ നിലനിൽക്കും. അധ്യാപകരോട് ചോദിക്കാൻ സംശയമുള്ള അറയ്ക്കുന്ന ചോദ്യം പോലും പിയറിനോട് നമ്മൾ ചോദിക്കും. അപ്പൊ പിയർ ലേണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിയർ ലേണിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. LPST UPSTക്ക് തയ്യാറാവുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിയർ ലേണിംഗ്. പിന്നെ മാത്സ്, മെന്റൽ എബിലിറ്റി പോലുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കയ്യും വീശിയിരുന്ന് പഠിക്കരുത്. പേനയും പേപ്പറും പെൻസിലും ഉണ്ടാകണം. മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കുക തന്നെ വേണം. എപ്പോഴും ചെയ്ത് പഠിക്കണം. സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കുന്നുണ്ട് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഇയറുകളാണ്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ടൈം ലൈൻ ഉണ്ടാക്കി പഠിക്കണം. ടൈം ലൈൻ ഉണ്ടാക്കി പഠിക്കുക. ഞാൻ ടൈം ലൈനിലൂടെയാണ് ഇന്ത്യ ചരിത്രം BC 5000 തുടങ്ങി AD 2000 വരെയുള്ള ഇന്ത്യ ചരിത്രത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം.
പ്രാചീനകാലം, മധ്യകാലം, ആധുനികകാലം. പ്രാചീന കാലത്തെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം: വേദകാലം, ബ്രാഹ്മണിക്കാലം, ബുദ്ധമതകാലം. മധ്യകാലത്തെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു: മെഡീവൽ ഹിന്ദു പീരീഡ് ആൻഡ് മെഡീവൽ ഇസ്ലാമിക് പീരീഡ്. മെഡീവൽ ഇസ്ലാമിക് പീരീഡിൽ പഠിക്കാനുള്ളത് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് തുടങ്ങിയ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണമാണ്. അത് കഴിഞ്ഞ് ആധുനിക പീരീഡിൽ, മോഡേൺ പീരീഡ് ക്യാൻ ഡിവൈഡഡ് ഇൻടു ടു: എഡ്യൂക്കേഷൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ, എഡ്യൂക്കേഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പൊ ഇതൊക്കെ വർഷക്രമത്തിൽ കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ യാതൊരു കാരണവശാലും കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ അത്തരത്തിൽ ടൈം ലൈൻ ഉണ്ടാക്കി വേണം സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കാൻ. പിന്നെ ചിലരങ്ങ് പഠിക്കും, വായനയോടെ വായന, അങ്ങ് 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് ഒറ്റ ഇരിപ്പിനങ്ങ് വായിക്കും. ഒരു കാര്യമില്ല, അതിനകത്ത് ഒരു കാര്യവുമില്ല. നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ട്, അത് 40 മിനിറ്റാണ്. 40 മിനിറ്റിൽ കൂടുതൽ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. സ്കൂളുകളിൽ അതുകൊണ്ടല്ലേ 40 മിനിറ്റ് കഴിഞ്ഞ് എന്നൊരു ബെല്ലടിക്കും. അപ്പൊ ഒരു വിഷയം മാറി, പാൻറിട്ട സാറ് മാറി സാരി ഉടുത്ത ടീച്ചർ. മനസ്സിലായല്ലോ? അതാണ് വിഷയ വൈവിധ്യം വേണം. ഒരേ വിഷയം തന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. അവസാനം കുറെ കഴിയുമ്പോൾ പാത്രം കവിഴ്ത്തി വെക്ക് വെള്ളം ഒഴിക്കുന്നതിന്റെ സമാനമായിരിക്കും. അത് പാടില്ല. വിഷയ വൈവിധ്യം വേണം. മാത്രമല്ല, ഒരു വിഷയത്തിൽ പഠിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇടവേള വേണം. ഒരു ഇടവേള വേണം. ആ ഇടവേളയ്ക്ക് എത്ര ദൈർഘ്യമാകാം? ഫ്രം 5 minutes to 10 minutes. അല്ലാതെ ഇടവേള സമയത്ത് പോയൊരു സിനിമ കാണാനിരുന്ന് 3 മണിക്കൂറുള്ള സിനിമ തീരുന്നവരെ ടിവിയുടെ കൂട്ടി കുത്തിയിരിക്കുന്നത് അത് ഇടവേളയല്ല. 2020 ക്രിക്കറ്റിനെ 20th ഓവർ എറിയുന്നത് വരെ ക്രിക്കറ്റിനെ മുട്ടിയിരിക്കുന്നതും ഇടവേളയാവില്ല. 5 to 10 minutes, മാക്സിമം 10 minutes. ആ ഇടവേളക്ക് എന്ത് ചെയ്യാം? നേരെ പോയൊരു ഗ്ലാസ് വെള്ളം കുടിക്കാം. മുറ്റത്തിറങ്ങി ഒന്ന് ഉലാത്ത. പച്ചപ്പുള്ള സ്ഥലത്ത് ഉലാത്തുന്നത് വളരെ നല്ല. കമ്പ്യൂട്ടറിലൊക്കെ റിഫ്രഷ് അടിക്കുന്നത് പോലെ കണ്ണിനൊരു റിഫ്രഷിങ് എഫക്റ്റ്. അങ്ങനെ ഒന്ന് റിഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെയേറെ ഗുണം ചെയ്യും. അടുത്തത് വായനയെ പറ്റിയാണ് പറയാനുള്ളത്. വായനയെ പറ്റി അധ്യാപകരാകാൻ പോകുന്നവർ വളരെയേറെ അറിഞ്ഞിരിക്കണം. അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ ഒരു ഉൾക്കട്ടറുടെ മകനായിരുന്നു. വിറക് വെട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. വൈകിട്ടായി കഴിഞ്ഞാലേ വായിക്കണമെങ്കിൽ മണ്ണെണ്ണ വിളക്ക് വേണമല്ലോ. അതിലൊഴിക്കാൻ മണ്ണെണ്ണ മേടിക്കാനുള്ള പണമില്ല. മണ്ണെണ്ണ മേടിക്കാനുള്ള പണമില്ലാത്തത് കൊണ്ട് എബ്രഹാം ലിങ്കൺ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ കുട്ടിക്കാലത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്നാണ് പഠിച്ചിരുന്നത്. എന്നെ ശ്രവിക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്ന ആർക്കും, ഒരു കുട്ടിക്ക് പോലും ഇങ്ങനൊരു ദുർവിനിയോഗം ഉള്ളവരായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് സൗകര്യങ്ങൾ കൂടിപ്പോയി എന്നുള്ളത്, ഡോക്ടർ അംബേദ്കർ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിച്ച് പ്രതിബന്ധങ്ങളോട് മല്ലടിച്ച് പ്രശസ്തിയുടെ പടവുകൾ കയറിയതാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം ഉപരിപഠനം നടത്തിയത് ബോംബെയിൽ ബറോഡ മഹാരാജാവായിരുന്ന സയാജി റായു ഗായ്ക്വാഡിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഉപരിപഠനം നടത്തിയത്. ലണ്ടനിൽ അദ്ദേഹം പഠിക്കാൻ ചെന്നു. ലണ്ടനിലെ ലൈബ്രറിക്ക് പറയുന്ന പേര് ലണ്ടൻ മ്യൂസിയം എന്നാണ്. ലണ്ടൻ മ്യൂസിയത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ച 2 വ്യക്തികളാണ് കാറൽ മാർക്സും എംഗൽസും. അതിനുശേഷമാണ് അവർ വിശ്വവിഖ്യാതമായ മൂലധനം എന്ന ഗ്രന്ഥം രചിച്ചത്. അതിനുശേഷം 70 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ നിന്ന് ഡോക്ടർ അംബേദ്കർ ഉപരിപഠനാർത്ഥം അമേരിക്കയിലെത്തുന്നത്. ലണ്ടൻ മ്യൂസിയത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ച ഏക വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം ഒരു വാചകം അതിനുശേഷം എഴുതി വെച്ചിട്ടുണ്ട്: ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ
ദിവസവും വായനയ്ക്കും പഠനത്തിനുമായി 18 മണിക്കൂർ, നിങ്ങൾ ചെവി ഒന്ന് തുറന്നു വെച്ച് കേൾക്കണേ, 18 മണിക്കൂർ ചെലവഴിച്ചിരുന്നു എന്നാണ് അംബേദ്കർ രേഖപ്പെടുത്തിയത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ വായനയ്ക്കും പഠനത്തിനുമായിട്ട് ദിവസവും എത്ര മണിക്കൂർ ചെലവഴിക്കുന്നു? ഒന്ന് ആത്മപരിശോധന നടത്തണം. അതിലൂടെ ഈ വെബിനാർ കേട്ടോ. നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തണം. അതിലൂടെയാണ് ഈ വെബിനാർ. APJ അബ്ദുൽ കലാം നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ രാമേശ്വരം കടപ്പുറത്ത് പത്രം വിറ്റ് നടന്ന പയ്യനാണ്. പത്രം വിറ്റ് നടന്ന ചെറുക്കൻ. അദ്ദേഹം നടന്നു കയറിയത് ഇന്ത്യയിലെ പ്രധാന പൗരന്റെ, ഒന്നാമത്തെ പൗരന്റെ കസേരയിലേക്കാണ്, ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തേക്കാണ്. ഈ രാമേശ്വരത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്മൃതി സ്മാരകമുണ്ട്. അതിൽ ഈയിടെ ഒരു അബ്ദുൽ കലാമിന്റെ അവശേഷിപ്പുകൾ എന്ന് പറഞ്ഞൊരു സാധനം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എന്തൊക്കെ സാധനങ്ങളാണ് അവശേഷിച്ചിട്ട് അദ്ദേഹം നടന്നു നീങ്ങിയത് എന്നാണ് അവര് പറയുന്നത്. ഷർട്ട്, ഉടുപ്പ് 6 എണ്ണം, പാൻസ് 4 എണ്ണം, ഓവർകോട്ട് അതായത് ഷർട്ടിന് പുറത്തിടുന്ന ഉടുപ്പ് 3 എണ്ണം, പുസ്തകങ്ങൾ 2500 എണ്ണം. അദ്ദേഹം വായിച്ച് അവശേഷിപ്പിച്ച് പോച്ച പുസ്തകങ്ങളുടെ എണ്ണമാണ് 2500. നമ്മൾ ഇന്നൊരു കണക്ക് ഇതുപോലെ ഒന്ന് എഴുതി നോക്കണം. നമ്മുടെ അലമാരയിൽ ഇരിക്കുന്ന സാരികളുടെ എണ്ണം എത്ര, ബ്ലൗസുകളുടെ എണ്ണം എത്ര, നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള പുസ്തകങ്ങളുടെ എണ്ണം എത്ര, നമ്മളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഈ അസസ്മെന്റ് സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യണം. വിശുദ്ധ ഖുറാനിൽ അവതരിപ്പിക്കപ്പെടുന്ന ആദ്യ സൂക്തം എന്താണെന്ന്, ഇഖ്റഹി ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നാണ്. നീ നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കൂ എന്നുള്ള ആഹ്വാനമായിട്ടാണ് ആ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുന്നത്. അതിന്റെ അനുയായികളെങ്കിലും അത് വായന ഒരു ശീലമായിട്ട് മാറ്റണം. അത്ര മഹത്വപൂർണമായിട്ടാണ് ആ ഗ്രന്ഥം, ആ വായനയെ കാണുന്നത്. ഇനി വേറൊരു കാര്യം പറയാം, ചിലരങ്ങ് വായിച്ചു തള്ളും, വായിച്ചങ്ങനെ തള്ളും. അങ്ങനെ വായിച്ചു തള്ളുന്നതിനകത്ത് ഒരു കാര്യമില്ല കേട്ടോ. എത്രമാത്രം നിങ്ങൾ വായിച്ചു എന്നുള്ളതല്ല, എങ്ങനെ വായിച്ചു എന്നുള്ളതാണ് പ്രശ്നം. വായനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വായന ഹൊറിസോണ്ടൽ വായനയുണ്ട്. ഹൊറിസോണ്ടൽ വായന എന്ന് പറഞ്ഞാൽ പത്രം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഹൊറിസോണ്ടൽ. ഇടത്തുനിന്ന് വലത്തെ അറ്റം വരി, വലത്തെ അറ്റം വരെ വായിക്കുക, വീണ്ടും ഇടത്തുനിന്ന് വലത്തോറ്റം വരി വായിക്കുക. അതാണ് ഹൊറിസോണ്ടൽ വായന. സ്വാമി വിവേകാനന്ദനൊക്കെ ഹൊറിസോണ്ടലായിട്ടല്ല വായിച്ചിരുന്നത്, വെർട്ടിക്കലായിട്ടാ. നമ്മള് ഓരോ വാക്കുകളിൽ നിന്നും അടുത്ത വാക്കിലേക്കും, ആദ്യ അക്ഷരങ്ങളിൽ നിന്ന് അടുത്ത അക്ഷരങ്ങളിലേക്കും, പിന്നെ വാക്കിൽ നിന്നും വാക്കിലേക്കും ഒക്കെ കടക്കുമ്പോൾ അദ്ദേഹം വരികളിലൂടെയാണ് വായിച്ചത്, മുകളിൽ നിന്ന് താഴോട്ട്. ഒരു പേജൊക്കെ ഒരു നിമിഷം കൊണ്ട് അങ്ങ് നോക്കി. അങ്ങനെ വായിക്കാനുള്ള നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാര്യമായിട്ട് കാര്യങ്ങൾ വിചാരിക്കുന്ന സമയത്ത് വായിച്ച് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. പിന്നെ ഈ സ്കൂളിലൊക്കെ, ഈ +2-ലൊക്കെ പലയിടത്തും ക്ലാസ് എടുക്കാൻ, ഈ പരീക്ഷ എങ്ങനെ പരീക്ഷയെ നേരിടണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കാനൊക്കെ ഞാൻ പോകുമ്പോൾ അവസാനം കുട്ടികൾക്ക് ഒരു സമയം കൊടുക്കും, ചോദ്യങ്ങൾ ചോദിക്കും. നാളൊരു സ്കൂളിൽ ഇതുപോലെ, കഴിഞ്ഞ വർഷം ഒരു സ്കൂളിൽ ചെന്ന് ഇതുപോലെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ ഒരു കുട്ടി പറയുക, സാർ വായിക്കാത്തതുകൊണ്ടല്ല സാർ, സാർ വായിക്കാത്തതുകൊണ്ടല്ല സാർ, വായിച്ചതൊന്നും അങ്ങോട്ട് മനസ്സിൽ നിൽക്കുന്നില്ല സാർ, അതുകൊണ്ടാണെന്ന് പറയും. നമുക്കും ചിലർക്കും ഈ പ്രശ്നം ഉണ്ടാവും. ഈ വായിച്ചത് മനസ്സ് നിർത്താൻ ചില മാർഗങ്ങളുണ്ട്. അർത്ഥപൂർണമായിട്ട് വായിക്കണം, അർത്ഥം മനസ്സിലാക്കി വായിക്കണം. 1948 ജനുവരി 30 ഗോഡ്സെയുടെ വടിയേറ്റ് ഗാന്ധിജി കൊല്ലപ്പെട്ടു. അർത്ഥം വളരെ വ്യക്തമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ
10 ദിവസം കഴിഞ്ഞല്ല, ഒരു വർഷം കഴിഞ്ഞ് നമ്മളോട് ചോദിച്ചാലും ഇതേ വാചകം പറയാൻ നമുക്ക് കഴിയും. കാരണം അർത്ഥപൂർണമായിട്ടാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. മാത്രമല്ല, വായിച്ച കാര്യങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കണം. മനസ്സിലായല്ലോ? പിന്നെ ഒരു കാര്യം സമഗ്രമായിട്ട് പഠിക്കണം. അല്ല വാലും മുറിയും മാത്രം പഠിച്ചാൽ പോരാ. വാലും മുറിയും മാത്രം പഠിച്ചാൽ പോരാ. സമഗ്രമായിട്ട് യുവർ ലേണിംഗ് ഷുഡ് ബി വെരി കോംപ്രിഹെൻസീവ്. അതുപോലെ ആവർത്തന പഠനം, ആവർത്തിച്ച് പഠിക്കണം. ഞാനൊരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ എന്റെ വീട്ടുകാരെന്ന് എന്നോട് നിർബന്ധിക്കും, രാവിലെ എഴുന്നേറ്റ ഉടനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയണം. 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 1 5 5 2 5 10 3 5 15 4 20 5 25 6 37 35 35 40 45 50. ഇതൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയും. അപ്പോ ആവർത്തന പഠനം, ഇതൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ഉള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി കൂടാതെ വേറെ സൈക്കോളജിയിൽ വേറെ ടെക്നിക്കുണ്ട്. സൈക്കോളജി കാര്യങ്ങൾ ന്യൂമോണിക് എന്ന് പറഞ്ഞാൽ MNEMONICS ന്യൂമോണിക്. MNE എന്നാണ് പറയുന്നെങ്കിൽ ന്യൂമോണിക് ഡിവൈസസ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. അതിനകത്ത് ചില തന്ത്രങ്ങൾ പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ ടെക്നിക്സ് ഓർത്തിരിക്കാനുള്ള മെത്തേഡ് ഓഫ് ലോസായി, LOCI. ലോസി എന്ന് ആൾക്കാർ പറയും. ലോസി എന്നല്ല പറയേണ്ടത്, ലോസായി. മെത്തേഡ് ഓഫ് ലോസായി. റൈമിങ് മറ്റൊരു മെത്തേഡാണ്. റൈമിങ്. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ എന്നുള്ള നഴ്സറിയിൽ ആദ്യം ചെല്ലുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കും. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ആ ടീച്ചർ ABCD ഒരാഴ്ച കൊണ്ട് പഠിപ്പിക്കും. ABCDക്ക് ഒരർത്ഥവും ഇല്ലാത്ത 26 അക്ഷരങ്ങള് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ABCDEFGHIJK LMNOP എന്ന് ടീച്ചർ പഠിക്കും. കുട്ടികൾ അത് പഠിക്കും. അതാണ് റൈമിങ്ങിന്റെ ഒരു ഗുണം. പിന്നെ അക്രോണിംസ്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ വിബ്ജിയോർ അതിന് ഉദാഹരണമാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് ക്രമമുണ്ട്. ഈ നിറങ്ങൾക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിന് കാര്യങ്ങൾ ഓർമ്മിച്ച് പറയാൻ ആ കളറിന്റെ ആദ്യാക്ഷരങ്ങൾ ഉപയോഗിച്ച് ഒരു പുതിയ വാക്കുണ്ടാക്കി അതങ്ങ് പഠിച്ചു നോക്കുക. അതാണ് വിബ്ജിയോർ. ബോർഡ് മാസ്, മാത്സിന് ബോർഡ് മാസ്, ഇതൊക്കെ അതാണ്. പിന്നെ അതുകൂടാതെ ചങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കങ്ങൾ ഓർത്തിരിക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇപ്പൊ ഞാന് എന്റെ ഫോൺ നമ്പർ ചോദിച്ചാൽ 98474741 എന്ന് പറയുമ്പോൾ ഒരാൾ തിരിച്ച് ഫോണിൽ എന്നോട് ചോദിക്കും, സാർ 984 എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് അത് ബാക്കി പറയാൻ കഴിയില്ല. കാരണം ഞാൻ കോഡ് ചെയ്തേക്കുന്നത് 2+2+3+3 എന്നാണ്. 9847741786. അതാണ് ചങ്കിങ് എന്ന് പറയുന്നത്. എത്ര വലിയ നമ്പരും നമുക്ക് ഓർത്തിരിക്കാം. ചങ്കിങ്ങിലായിരിക്കണം എന്ന് ചുരുക്കം. മറ്റൊരു കാര്യം പറയാനുള്ളത് കർവ് ഓഫ് ഫോർഗറ്റിംഗ്. സൈക്കോളജിയിൽ എബിംഗ് ഹൗസ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ച ഒരു കാര്യമാണ് കർവ് ഓഫ് ഫോർഗറ്റിംഗ്. എബിംഗ് ഹൗസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഏത് കാര്യങ്ങളും പഠിച്ചാൽ ഉടനെ തന്നെയാണ് അതിൽ പഠിക്കുന്നതിന്റെ നല്ലൊരു ഭാഗവും മറന്നു പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ തന്നെ വീണ്ടും പുനഃസ്മരിക്കണം. ഇല്ലെങ്കിൽ മനസ്സിൽ നിന്ന് വീണു പോകും. പഠിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ മറന്നു പോകാൻ സാധ്യത ഏറെയാണെന്ന് എബിംഗ് ഹൗസ് സൈക്കോളജിക്കൽ തിയറിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, പഠിച്ച കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ വീണ്ടും പുനഃസ്മരിക്കണം. ഓർമ്മയിൽ നിലനിർത്തേണ്ട കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഞാൻ പറയാം.
നമ്മൾ എന്ന് ഉറങ്ങാൻ കിടക്കുമല്ലോ. ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ അന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ, അന്ന് വായിച്ച പാഠഭാഗങ്ങൾ, ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. ഉറങ്ങാൻ കിടക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കടന്നുകൂടാതെ ഇത്തരം നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഓർമ്മിച്ചു കഴിഞ്ഞാൽ, പരിഹാരം കാണാത്ത ഒരു പ്രശ്നത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അതിന് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടായി. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉറങ്ങുന്നു. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ്, അബോധമായ മനസ്സ് ഉറങ്ങുന്നില്ല. ആ മനസ്സ് ഇതിനുള്ള പരിഹാരത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പഠിച്ചത് പുനരാവർത്തിച്ചു കൊണ്ടിരിക്കും. പരിഹാരം കാണാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരത്തിലൊരു ശീലം നമ്മളുടെ സ്വഭാവത്തിൽ തുന്നിച്ചേർക്കാൻ നമുക്ക് സാധിക്കണം. പരീക്ഷയെ എങ്ങനെ വിജയകരമായി എഴുതാം? നമ്മൾ എത്രമാത്രം പഠിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ, പരീക്ഷ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. പരീക്ഷ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ, പുസ്തകം ആദ്യാവസാനം പഠിച്ചു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റും കഴിഞ്ഞ് മാതൃകാ ചോദ്യങ്ങൾ നോക്കണം. പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ PSCയുടെ മുൻ ചോദ്യ പേപ്പർ 3 വീതമുണ്ട്, അത് നോക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ ചിലർക്ക് വല്ലാത്ത ഉത്കണ്ഠയാണ്. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി. ഡോട്ട്സൺ ഇൻവെർട്ടഡ് യു കർവ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിയിലെ ഒരു സാധനമുണ്ട്. ഡോട്ട്സൺ ഇൻവെർട്ടഡ് യു കർവിൽ പറയുന്ന കാര്യം, നമുക്ക് ഒട്ടും ഉത്കണ്ഠ ഇല്ലെങ്കിലും പഠനം 0 ആയിരിക്കും. ഉത്കണ്ഠ ഒട്ടും ഇല്ലാത്തപ്പോൾ പഠനം 0 ആയിരിക്കും. LPST എന്നുള്ള ഉത്കണ്ഠ നമുക്കുള്ളപ്പോഴേ നമ്മുടെ പഠനം അങ്ങോട്ട് ഉയർച്ചയിലേക്ക് വരും. ഇനി ഉത്കണ്ഠ അതിന്റെ മാക്സിമത്തിലായാലോ അപ്പോഴും പഠനം 0 ആയിരിക്കും. ഒരിക്കൽ കൂടി പറയാം, ഉത്കണ്ഠ തീരെ ഇല്ലെങ്കിലും പഠനം 0 ആയിപ്പോവും, നേട്ടം 0 ആയിപ്പോവും. ഉത്കണ്ഠ അതിന്റെ പരമാവധിയിലെത്തിയാലും അച്ചീവ്മെന്റ് 0 ആവും. അപ്പൊ ഏറ്റവും പ്രധാനം നമ്മുടെ ഉത്കണ്ഠയെ നമ്മൾ നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, വേറൊരു കാര്യം കൂടെ, കുടുംബത്തിലായാലും ഭർത്താവിനോടായാലും മക്കളോടായാലും അയൽക്കാരായാലും സുഹൃത്തുക്കളോടായാലും വളരെ സമചിത്തതയോടെ ഈ കാലഘട്ടത്തിൽ സമീപിക്കാനും പെരുമാറാനും നമുക്ക് കഴിയട്ടെ. നമ്മൾ ദേഷ്യപ്പെട്ട ഒരാളിനോട്, ഭർത്താവിനോടോ മക്കളോടോ ദേഷ്യപ്പെട്ടു പറഞ്ഞാൽ അവർക്കത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ടെൻഷനേക്കാൾ കൂടുതൽ ടെൻഷൻ നമുക്കുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കും. അതുകൊണ്ട് മനസ്സിനെ ശാന്തമായിട്ട് കൊണ്ടുപോവുക ഈ പരീക്ഷാ കാലഘട്ടത്തിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ഉറക്കത്തിന്റെ കാര്യം അതുകൂടെ ഒരു ടിപ്പായിട്ട് പറഞ്ഞു തരാതെ നിവൃത്തിയില്ല. മോഹൻലാല് ഒരു അഡ്വർടൈസ്മെന്റിനകത്ത് പറയുന്നുണ്ട്, കണ്ണിൽ ഈർക്കല് വെച്ച് ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കണം എന്ന് പറയുന്നു. ഒരിക്കലും പാടില്ല. ഉറക്കമൊഴിച്ച് പഠിക്കാനേ പാടില്ല, പരീക്ഷാ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കുകയുള്ളൂ. അപ്പം ഉറക്കം നന്നായിട്ട് വേണം. ആ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വിഷ്വലൈസ് ദി ലേൺഡ് ടാസ്ക്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോഴും നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. നമ്മൾ കണ്ണ് തുറന്നിരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്, കണ്ണടച്ചിരുന്നാലും നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു ചെറിയ ടെസ്റ്റ് ഡോസ് നടത്താം. എല്ലാ ആൾക്കാരും ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷത്തേക്ക് എല്ലാ ആൾക്കാരും കണ്ണടക്കുക. കണ്ണടച്ചല്ലോ. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ മുഖം, നിങ്ങളുടെ ഉമ്മയുടെ മുഖം, നിങ്ങളുടെ ഭർത്താവിന്റെ മുഖം, നിങ്ങളുടെ മക്കളുടെ മുഖം ഒന്ന് കാണാൻ നോക്കിയേ.
കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പൊ കണ്ണടച്ചിരുന്നാലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഉറങ്ങാൻ കഴിയും. കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വിഷ്വലൈസ് ദി ലേൺഡ് ടാസ്ക്. പഠിച്ച കാര്യങ്ങൾ, അന്ന് പഠിച്ച കാര്യങ്ങൾ ആ പുസ്തകത്തിന്റെ പേജുകളിലൂടെ ഒന്ന് മറിഞ്ഞു പോകട്ടെ. അവയൊക്കെ മനസ്സിൽ സ്ഥിരമായിട്ട് ഉറച്ചിരിക്കാൻ അത് സഹായിക്കും. ഞാൻ PSCക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ 1982 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തോണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലിയിൽ പ്രവേശിച്ച ആളാണെന്ന് എന്നെ പരിചയപ്പെടുത്തിയ മഹത് വ്യക്തി ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ശരിയാണ്, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1982 PhD എടുക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. അന്ന് നിങ്ങൾക്കാർക്കും ഇങ്ങോട്ട് വരാൻ നിങ്ങളുടെ പാസ്പോർട്ടിലുണ്ടല്ലോ, ഇങ്ങോട്ട് വരാനേ നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടുണ്ടാകത്തില്ല, വളരെ ചുരുക്കി പറഞ്ഞ. അപ്പൊ അതിനു മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ കമലേശ്വരൻ തിരുവനന്തപുരം പട്ടണത്തിനടുത്തുള്ള ഒരു ഹൈസ്കൂളിൽ ടീച്ചറായിരുന്നു. അന്ന് PSC ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. PSCയുടെ HSA ടെസ്റ്റില് ഫസ്റ്റ് റാങ്ക്. ടെസ്റ്റിന് കഴിഞ്ഞ് ഇന്റർവ്യൂ, എന്നെ അന്ന് ഇന്റർവ്യൂ നടത്തിയ ആരാന്നറിയോ? തിരുനെല്ലൂർ കരുണാകരൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു PSCയുടെ ചെയർമാൻ. അദ്ദേഹമാണ് എന്നെ ഇന്റർവ്യൂ നടത്തിയത്. 5-10 മിനിറ്റ് അല്ല, 40 മിനിറ്റ് നേരം എന്നെ ഇന്റർവ്യൂ നടത്തിയിട്ട് എന്നെ വെറുതെ വിട്ടില്ല, ഫസ്റ്റ് റാങ്ക് കിട്ടും. അപ്പൊ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാണ് ഞാൻ PSC HSA ഹൈസ്കൂൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. എനിക്കാവുമെങ്കിലുണ്ടല്ലോ നിങ്ങൾക്കും ആകുമെന്നുള്ളത്. ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഗാന്ധിജി എല്ലാ പരീക്ഷണങ്ങളും ഗാന്ധിജി നടത്തിയത് സ്വന്തം ജീവിതത്തിലാണ് ഗാന്ധിജി എല്ലാ പരീക്ഷണങ്ങളും നടത്തിയത്. എന്നിട്ട് ഗാന്ധിജി പറയുന്ന ഒരു കാര്യമുണ്ട്, വാട്ട് ഈസ് പോസിബിൾ ഫോർ മീ ഈസ് പോസിബിൾ ഫോർ ആൾ, ബിക്കോസ് ഐ ആം ആൻ ഓർഡിനറി മാൻ. ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്കും സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കഠിനമായിട്ടുള്ള അധ്വാനം വേണം, ആത്മാർത്ഥത വേണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു ആത്മാർത്ഥത നമുക്കുണ്ടായിരിക്കണം, ആ ഒരു ഡെഡിക്കേഷൻ വേണം. ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് വാങ്ങാം, നമ്മൾ ഫസ്റ്റ് റാങ്ക് തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം, അതിൽ കുറഞ്ഞൊന്നും ആയിരിക്കരുത്. നമ്മുടെ ടാർഗറ്റ് അതായിരിക്കും, നമ്മുടെ വിഷൻ അതായിരിക്കും. നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ വിദൂരസ്ഥമായിട്ടുള്ള ആ ഫസ്റ്റ് റാങ്ക് ആയിരിക്കണം നമ്മുടെ വിഷൻ. വിഷൻ മാത്രം കാര്യം പോരാ, വിഷനോടൊപ്പം വേറൊരു വാക്കുണ്ട് ചേർത്ത് പറയുന്നത്, വിഷൻ യജ്ഞം എന്നാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ യജ്ഞം, പ്രതിജ്ഞാനിർഭരമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തി, അതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്കിലെത്താം, നിങ്ങൾക്ക് സ്കൂളിൽ അധ്യാപികയാകാനും സാധിക്കും. അതിനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട്, ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകൾ. പക്ഷെ ആ കഴിവ് വെച്ചോണ്ട്, വിഷൻ കണ്ടുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. പ്രതിജ്ഞാനിർഭരമായിട്ടുള്ള പ്രവർത്തനം അതിന്റെ അടിയറയിൽ വേണം. അതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കാമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.